മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ഭാരതത്തിൻ്റെ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഭരണഘടന പൂർത്തിയാക്കി എനാക്ട് ചെയ്തത് 1949 നവംബർ 26-നാണ്. അത് നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഈ ദിവസത്തെ നമ്മൾ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നു. റിപ്പബ്ലിക് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടന ഉണ്ട് എന്നുള്ള ഒരു ഘടകം മാത്രമല്ല, ജനങ്ങളിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധി ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏകാധിപത്യമില്ല, അവിടെ ഭരണഘടനാനുസൃതമായ തിരഞ്ഞെടുപ്പുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ നമ്മുടെ ഭാരതത്തിൻ്റെ പരമോന്നത അധികാരിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ പ്രസിഡന്റ് ഭരിക്കുന്ന രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ് റിപ്പബ്ലിക് ആവുന്നത്. പ്രസിഡന്റിനെ നമ്മൾ സാധാരണ വോട്ടർമാർ നേരിട്ട് തിരഞ്ഞെടുക്കുകയല്ല, നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ MLA-മാരും നമ്മുടെ MP-മാരും ചേർന്ന് അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണെങ്കിലും ഒരു ജനപ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പിലൂടെയാണ്, ജനങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരി ഈ ഭരണഘടനാനുസൃതമായിട്ട് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത്. ഈ ഒരു ദിവസത്തിൽ, ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാനുസൃതമായിട്ടാണോ നമ്മുടെ രാജ്യം ഇന്ന് പോകുന്നതെന്നും ഭരണഘടനാനുസൃതമായിട്ടാണോ നമ്മുടെ സ്ഥാപനങ്ങൾ പോകുന്നതെന്നും, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനാനുസൃതമായിട്ടാണോ നമ്മുടെ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ചിന്തിക്കാനുള്ള ദിവസം കൊണ്ട് കൂടിയാണ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വേ ഓഫ് ലൈഫ്, ഭരണഘടനാനുസൃതമായ ജീവിതം, അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടന എന്നുള്ളത് നാം ഉണ്ടാക്കിയതാണ്. നാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഈ ഭാരതത്തെ തന്നെ നാം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. നമ്മളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്നിട്ടോ നമ്മൾ ഈ ഭാരതത്തെ പണിതുയർത്തിരിക്കുന്നത് 5 നെടും തൂണുകളിലാണ്. ഒരു തൂണാണ് ഈ ഭാരത ഒരു റിപ്പബ്ലിക്കാണെന്നുള്ളത്. ഒരു തൂണാണ് അത് ഡെമോക്രാറ്റിക്കാണ്, സോവറനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്കുലറാണ്, റിപ്പബ്ലിക്കാണ്. അങ്ങനെ 5 നെടുന്തൂണുകളിലാണ് ഈ ഭാരതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നെടുന്തൂണുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്ന ദിവസം നമ്മൾ നടത്തുന്നത്. ഈ ഭരണഘടന അനുസൃതമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ജീവിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ എല്ലാവരും തുല്യരാണ്. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രയാമ്പിളിലാണ്. പ്രയാമ്പിളിൽ 5 നെടുന്തൂണുകളിൽ പണിയപ്പെട്ടിട്ടുള്ള ഭാരതത്തിൻ്റെ ആ തൂണുകളെക്കുറിച്ച് പറഞ്ഞ ശേഷം മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ മൂല്യം ജസ്റ്റിസാണ്, രണ്ടാമത്തെ മൂല്യം ലിബർട്ടിയാണ്, മൂന്നാമത്തെ മൂല്യം ഇക്വാളിറ്റിയാണ്, നാലാമത്തെ മൂല്യം ഫ്രറ്റേണിറ്റിയാണ്, സാഹോദര്യമാണ്. ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ഫ്രറ്റേണിറ്റി അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നാണ്. വ്യക്തിയുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ടുള്ള ഒരു സാഹോദര്യം. വ്യക്തിയുടെ അന്തസ് എന്ന് പറയുമ്പോൾ അവന് ഈ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമാണ് അവൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഈ രാജ്യത്ത് അന്തസ്സോടെ ജീവിക്കാൻ കഴിയണം. അന്തസ്സോടെ ജീവിക്കാൻ കഴിയുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവനിവിടെ ജീവിക്കാനും അവനിവിടെ സംസാരിക്കാനും അവനിവിടെ വ്യാപരിക്കാനുമുള്ള അവകാശമാണ്. അത് സ്വതന്ത്രമായി വ്യാപരിക്കാനുള്ള അവകാശമാണ്. ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ജീവിക്കാനുള്ള അവകാശമാണ്.
അപ്പോൾ ആ അവകാശത്തിൽപ്പെട്ടതാണ് ശബ്ദിക്കാനുള്ള അവകാശം. ഇന്ന് അപ്രകാരം സ്വതന്ത്രമായി ശബ്ദിക്കാനുള്ള അവകാശം നമ്മുടെ പൗരന്മാർക്കുണ്ടോ? പൗരന്മാരത് വിനിയോഗിക്കുന്നുണ്ടോ? പൗരന്മാർക്ക് സ്വതന്ത്രമായി വിനിയോഗിക്കാൻ പേടിയില്ലാതെ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്തയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാർട്ടിക്കിളാണ് 21 എന്ന് പറയുന്നത്. 14 ഇക്വാലിറ്റിയാണ്, 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. ഈ റൈറ്റ് ടു ലൈഫ് എന്നുള്ള ഭാഗം മാത്രമേ ആളുകൾ ഓർക്കുന്നുള്ളൂ. പേഴ്സണൽ ലിബർട്ടി മറന്നു പോകുന്നു. ലിബർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അന്തസ് എന്ന് പറയുന്നത്. അന്തസ്സില്ലാതെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഒരവകാശമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അന്തസ്സിന് മാനിക്കത്തക്ക രീതിയിൽ ഈ രാജ്യം ഭരിക്കപ്പെടാനും അങ്ങനെ ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു ഭരണം ഈ രാജ്യത്ത് ഉണ്ടാകുവാനും അങ്ങനെ എല്ലാ പൗരന്മാർക്കും സത്യത്തിലും നീതിയിലും അടിയുറച്ച് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നീതിപൂർവമായിട്ട് ഇവിടെ ജീവിക്കാൻ, ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായിട്ട് നാം ഓരോരുത്തരുടെയും ഭാഗഭാഗിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ പാർട്ടിസിപ്പേഷനും. ആ ഇൻവോൾവ്മെൻറ്റും പാർട്ടിസിപ്പേഷനുമാണ് നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ദേശത്തെ ഭരണഘടനാനുസൃതമായി നല്ലൊരു ദേശത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.